ഹലോ ഹലോ ഹലോ. ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് ഒരു റെസിപ്പിയും കൂടി. ഇന്നൊരു കസിനെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയും മോനും കൂടി അതിനെ ക്ലീനാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രീസാണ്. ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ ഇടിയപ്പമാണ്. അപ്പോൾ ബാലൻസ് കുറച്ച് മാവ് അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചൊരു റെസിപ്പിയാണ്. ശർക്കരയുടെ ഒരു അച്ചെടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 3-4 ചുള ചക്ക എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുകി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചക്കേനെ അതിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. ചക്ക ഒന്ന് വെന്ത് വരട്ടെ. ഒരു 50% കുക്കായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2 സ്പൂൺ തേങ്ങ. ഇത് ആ വെള്ളമൊന്ന് മാറ്റട്ടെ കേട്ടോ. അത്രയും നേരം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒന്ന് കുറുകി വരട്ടെ. ഒരു വാഴ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടിയപ്പം വെള്ളം ഉണ്ടാക്കിയത്. അപ്പം മാവിനെ ഞാൻ ഇതിങ്ങനെ തന്നെ പീച്ചി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ സാധാ മാവിനെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുക കൈ വെച്ചിട്ട്. ഇത് ഇതുകൊണ്ട് വെറൈറ്റി ആയിരിക്കും. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫില്ലിങ് നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പ് വരാണ്ട് നോക്കണം കേട്ടോ. ഇടിയപ്പം ഇതാക്കുമ്പോൾ പീച്ചുമ്പോൾ പതിയെ ഫോൾഡ് ചെയ്യുക. ആവിക്ക് വെക്കുക. ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. നല്ല ആവി തട്ടി അതിന് കഴിക്കോളും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അടയെക്കാട്ടി ഒരു വെറൈറ്റി അത്ര തന്നെ ഫില്ലിങ്. പിന്നെ മറ്റേ ഈ ഏലക്കപ്പൊടി ഇടാൻ മറന്നു പോയിട്ടോ. അതും കൂടി ഇട്ട് അടിപൊളിയാണ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. കേട്ടോ, നല്ല ചൂടല്ലേ. ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒറ്റ കൊണ്ട് ഉണ്ടാക്കില്ല. ലാസ്റ്റത്തെ മാവിൽ എങ്ങനെ ഉണ്ടാവും നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി ഉണ്ടാക്കാം. കഴിക്കാനും സുഖമുണ്ട്. ആ മാവിൻ്റെ ഒരുപാട് കട്ടി വരണില്ല. ഉള്ളിൽ നല്ല ഫില്ലിങ്. അപ്പോൾ ഓക്കെ, ബൈ.